ഒരു നൂറ്റാണ്ടിന് ശേഷം പത്തനംതിട്ട മുണ്ടൻകാവ് വടശ്ശേരിക്കാവിൽ നിറഞ്ഞാടിയ ശിവകോലം കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. താളബോധത്തോടെ ഉറച്ച ചുവടുകളാൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് പടയണിക്കളത്തിൽ ശിവകോലം കെട്ടിയാടിയത് എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. പടയണിക്കളത്തിലെത്തുന്ന ആദ്യ കോലമാണ് ശിവകോലം. അതിനാൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട അനുഷ്ഠാനകല. വടശ്ശേരിക്കാവിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം ശിവകോലം പൂർണ്ണമായി നിറഞ്ഞാടുമ്പോൾ അത് കെട്ടിയാടാനുള്ള ഭാഗ്യം ലഭിച്ചത് സുഹൃതമായി കാണുകയാണ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. സർവ്വവ്യാപിയായ ശിവനെ പ്രീതിപ്പെടുത്താനായി കളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കോലമാണ്. പടയണിയുടെ ആരംഭകാലം മുതൽ തന്നെ കളത്തിലാടുന്ന ഈ കോലം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി ഈ കളത്തിൽ മുണ്ടൻകാവ് കാവിൽ ഇല്ലായിരുന്നു. പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് 2 വർഷം പടയണി നടന്നില്ല. അതിനുശേഷം പടയണി പുനരാരംഭിക്കുമ്പോൾ പൂർണ്ണ ചിട്ടയോടുകൂടി പടയണി നടത്തപ്പെടണം എന്ന ആഗ്രഹമാണ് ഈ ശിവകോലം അരങ്ങത്തെത്തിക്കുന്നതിന് പ്രേരണയായി ഭവിച്ചത്. 7ാം വയസ്സിലാണ് OS ഉണ്ണികൃഷ്ണൻ പടയണി പഠിക്കാൻ തുടങ്ങിയത്. 8 വയസ്സ് പിന്നിട്ടപ്പോഴേക്കും അരങ്ങേറ്റവും നടത്തി. പുന്നശ്ശേരിൽ മാധവൻ പിള്ളയാണ് ആദ്യ ഗുരു. പിന്നീട് ചെല്ലപ്പൻപിള്ള ആശാൻ, പനങ്ങാട്ട് കുട്ടൻപിള്ള, ഓതറയത്ത് കുട്ടൻപിള്ള എന്നിവരുടെ കീഴിലും പരിശീലനം തേടി. കദളിമംഗലം ഭൈരവി പടയണിക്കളത്തിലെത്തി ആശാൻ പ്രസന്നകുമാറിന്റെ ശിക്ഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ ശിവകോലം തുള്ളൽ അഭ്യസിച്ചത്. പടയണിപ്പാട്ടിനൊപ്പമുള്ള ബുദ്ധിമുട്ടേറിയ ചൂടുകൾ ഭംഗിയായി ചെയ്യാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് OS ഉണ്ണികൃഷ്ണൻ. അമൃത ന്യൂസ്, പത്തനംതിട്ട.